എഫേസ്യ ലേഖനം 3 അധ്യായം 10-11 തിരുവചനങ്ങളിലെ സ്വർഗത്തിലെ വാഴ്ചകളും അധികാരങ്ങളും 1 ഭാഗം. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു എന്ന എഫേസ്യ ലേഖനം 3 അധ്യായം 10-11 തിരുവചനങ്ങൾ മറ്റു ചില രഹസ്യങ്ങളുടെ ചുരുൾ അഴിക്കുന്നതാണ്. ഈ വചനഭാഗത്തെ മനുഷ്യൻ ദൈവവുമായി താതാത്മ്യപ്പെട്ട് ദൈവസാദൃശ്യത്തിലേക്ക് വളരുന്ന പ്രക്രിയയായ തിയോസിസ് അഥവാ ദൈവീകരണത്തിൻ്റെ കണ്ണിലൂടെ കണ്ടെങ്കിലേ അത് മനസ്സിലാകൂ. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. അത് ജീവനുള്ളതാണ്. അതിലെ അംഗങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. അംഗങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യേണ്ടവരാണ്. സഭ ദൈവത്തെ അനുഭവിക്കുമ്പോൾ സഭയിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവായ പരിജ്ഞാനം നിറയും. എന്നാൽ ദൈവം കൃപ നൽകിയിരിക്കുന്നത് വിശ്വാസി ക്രിസ്തുവിൻ്റെ ജീവനുള്ള ശരീരമാകുന്ന സഭയിൽ കേടുകൂടാതെ വിശുദ്ധിയിൽ നിലനിന്ന് അവിടുത്തെ സാദൃശ്യത്തിലേക്ക് വളരുവാനാണ്. അതെ, ദൈവം മനുഷ്യനായി തീർന്ന ഭൂമിയിൽ സഭ സ്ഥാപിച്ചത് മനുഷ്യനെ ദൈവത്തെ പോലെയാക്കുവാനാണ്. മറഞ്ഞുകിടന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത് അനാദി മുതലുള്ള ദൈവപദ്ധതിയിൽ നമ്മെ പങ്കാളികളാക്കുവാനാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തെയും ഒന്നാക്കി അതിൽ നമ്മെയും ക്രിസ്തുവിൽ ഒട്ടിച്ചു ചേർത്ത് ദൈവത്തിൽ ഒന്നാക്കി തീർക്കുവാനാണ്. മനുഷ്യനോടൊപ്പം നഷ്ടപ്പെട്ടു പോയ മാലാഖമാരോടും ദൈവത്തിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് അറിയിക്കുവാനും കൂടിയാണ് സഭ. പ്രപഞ്ചമെന്നത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മാത്രം ഇച്ഛകൾ പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമല്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമായ മറ്റധികാരങ്ങളും ശക്തികളും വാഴ്ചകളും ഈ പ്രപഞ്ചത്തിലുണ്ട്. ദൈവം മനുഷ്യരോട് കാണിക്കുന്ന മഹാമനസ്കത ഈ സ്വർഗീയ ശക്തികൾക്കും ദൈവത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു വെളിപ്പാടായിത്തീരുന്നു എന്ന സത്യം ഇതിലൂടെ വെളിപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലെ വാഴ്ചകളും അധികാരങ്ങളും എന്നതിൽ മാലാഖമാരുടെ വൃന്ദങ്ങളും ഉൾപ്പെടുന്നു. അതിൽ വീണുപോയ മാലാഖമാരുടെ കൂട്ടവുമുണ്ട്. ഈ സത്യങ്ങൾ വെളിപ്പെടുത്തിയത് സഭ മുഖാന്തരമാണ്. റോമർ 11:33 പറയുന്നു, ദൈവത്തിൻ്റെ ധനം, അതായത് അപ്രമേയത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.